പറ്റി ചർച്ച ചെയ്താ ഞങ്ങൾ വികസിപ്പിക്കും. വൈലത്തൂരങ്ങാടി അല്ല എല്ലാതും വികസിപ്പിക്കും. കേരളം മൊത്തം ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഞങ്ങൾ വികസിപ്പിക്കും. കേരളം മൊത്തം കിട്ടുമോ? പൊന്തുവാ? കിട്ടും. എത്ര 85 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. 85 സീറ്റ് ഉണ്ടാവുക. തിരൂർ ഇവിടെ താന്നൂർ എന്താ അവസ്ഥ? ഒരു സീറ്റ് ഉറപ്പാണ്. ഞങ്ങളെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. കേരളത്തിന്റെ ഖജനാവുക്ക് ഏറ്റവും കൂടുതൽ നികുതിപ്പണം കിട്ടുന്ന രണ്ട് വ്യവസായമാണ്. രണ്ടും സർക്കാരിന്റെ പൂർണ്ണ കൺട്രോളിൽ ഉള്ള വ്യവസായമാണ്. ഒന്ന് ബീവറേജ്, രണ്ട് റൂട്ട് ബസ്. റൂട്ട് ബസ് എന്ന് പറഞ്ഞാല് സർക്കാർ തന്ന സമയം, സർക്കാർ തന്ന പൈസ, സർക്കാർ സമയം തന്ന റൂട്ട്. എന്റെ അടുത്ത് ബസ് ഉണ്ടിച്ചിട്ട് ഞാൻ ഇപ്പൊ മഞ്ചേരിക്ക് വിടണം, കോഴിക്കോട് വിടണം വിചാരിച്ചാൽ നടക്കൂലല്ലോ. എനിക്ക് മഞ്ചേരിക്ക് ഓടാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 50 റുപ്യാണ് ഡീസലിന് വില കൂടിയിരിക്കണേ, അല്ലെങ്കിൽ യുദ്ധമാണ് കായില്ലാന്ന് പറഞ്ഞാൽ നടക്കൂല. സർക്കാർ നിശ്ചയിച്ച പൈസ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ സർക്കാരിന്റെ പൂർണ്ണ കൺട്രോളിൽ ഓടുന്ന ബസ്സാണ് ബസ് സർവീസ്. മേഖല ആയതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ 200 ബസ് ഇവിടെ സ്റ്റോപ്പ് മെമ്മോ എടുത്തുകൊണ്ട് നിർത്തിയിട്ടിരിക്കണ്. സുപ്രീം കോടതി ഓർഡർ ഉണ്ട്, അതൊന്ന് ഓടാൻ അനുവദിക്കാറുണ്ട്. നമ്മളെ ഈ സംസ്ഥാന ഗവൺമെന്റ് അതിന് അപ്രൂവൽ കൊടുത്തില്ല. ഈ 140 കിലോമീറ്റർ അത് കോടതി ഓർഡർ ഉണ്ടായിട്ട് പോലും അപ്രൂവൽ കൊടുത്തില്ല. ഈ 200 ബസ് ഓടുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിന് 3 മാസം കൂടുമ്പോ റോഡ് ടാക്സ് ഇനത്തിൽ കോടിക്കണക്കിന് ഉറുപ്പ്യാണ് സർക്കാരിന്റെ ഖജനാവുക്ക് വരുന്നത്. അതേപോലെ ഒരു ബസ് ഓടണമെങ്കിൽ 100 ലിറ്റർ ഡീസൽ അടിക്കണം. 1 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ തന്നെ 33 റുപ്യ കേരള സർക്കാരിന് കിട്ടും. അങ്ങനെ 200 ബസ് വന്നിൽ ഡീസൽ ഇനത്തിൽ എത്ര ദിവസം എത്ര ടാക്സ്? അല്ല, ഈ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ മറ്റു സർക്കാർ ബസ്സുകൾക്ക് ബാധിക്കുണ്ടോ എന്റെ ചോദ്യമാണ്. അതല്ല, KSRTCക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിയിട്ടിരിക്കണേ. എന്നിട്ട് KSRTC രക്ഷപ്പെടണ്ട. എന്തെല്ലാം മേഖലയിൽ പല അതുകൊണ്ടാണോ ഇത് ചെയ്തിക്കണേ? ഞാൻ എന്റെ ചോദ്യം അതുകൊണ്ടാണ് ചെയ്തിക്കണത്. അത് പക്ക പെർമിറ്റ് 40 കൊല്ലൊക്കെ പഴക്കുള്ള പെർമിറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. 40 കൊല്ലം എന്ന് പറഞ്ഞാല് പല സർക്കാർ മാറി വരച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിലവിലുള്ള പെർമിറ്റുകളാണ്. അന്ന് ഇല്ലാത്ത KSRTC അന്നും നഷ്ടത്തിലാണ്, ഇന്നും നഷ്ടത്തിലാണ് ഓടണേ. ഈ 200 ബസ് ഓടി നിർത്തിയിട്ട് എന്നിട്ട് ഇപ്പൊ രക്ഷപ്പെട്ടിക്കണം. KSRTC രക്ഷപ്പെട്ടിട്ടില്ല. ഈ ബസ് 200 ഓടുകയാണെന്നുണ്ടെങ്കിൽ എത്ര? എന്റെ അഭിപ്രായത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ബസ് അത് കൊടുക്കും, ഞങ്ങൾ കൊടുക്കും. പിന്നെ ഈ 150 സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ബസ്സിനൊക്കെ പെർമിറ്റ് കൊടുക്കും, അതൊക്കെ പുതുക്കി കൊടുക്കും. എത്ര ആൾക്കാർക്കാണ് 200 ആൾക്കാർക്ക്, 200 ഡ്രൈവർമാര്, 200 കണ്ടക്ടർമാര്, 200 ക്ലീനർമാര്, അവരെ കുടുംബമൊക്കെ രക്ഷപ്പെടല്ലേ. പിന്നെ അതിനനുബന്ധമായിട്ടുള്ള ടയർ, സ്പെയർ പാർട്സ്. മാത്രമല്ല എത്ര വർഷമായിട്ട് കെടുക്കണ ചില വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വേദന കണ്ണീര് എത്രത്തോളം, എത്ര കടങ്ങൾ ഉണ്ടാവും. കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങള് മാറ്റിമറിച്ചു. എന്നിട്ട് ഈ കേരളത്തെ എന്താ പറയാ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കടക്കണിന്ന് മാറ്റി നിർത്തി. 60 കൊല്ലം കൊണ്ട് 21 മന്ത്രിമാര് മാറി ഭരിച്ചിട്ട് ഇല്ലാത്ത ഡബിൾ കോടിക്കണക്കിന് ഉറുപ്പ്യ കടാണ് ഇപ്പൊ ഈ ഇടത് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇപ്പൊ 100 വികസനം താനൂരിന്റെ അവസ്ഥ ആലോചിച്ചോക്കാം. വികസനത്തിന്റെ പെരുമയാണ്. ഇതേപോലെ ഓരോരോ പഞ്ചായത്തിലും നമ്മൾ ഈ വികസനം കൊടുന്നതിന് യാതൊരു BJP സർക്കാർ കൊടുന്നാലും LDF സർക്കാർ കൊടുന്നാലും UDF സർക്കാർ കൊടുന്നാലും വികസനം കൊണ്ടുവരുന്നില്ല. ഫണ്ട് വേണ്ടി ഫണ്ട് പിന്നെ വരും. അതുകൊണ്ടല്ലല്ലോ, അത് വെറുതെ അനാവശ്യമായിട്ട് 130 കോടി ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ് ഇപ്പൊ LDF അല്ലാതെ മറ്റാരുണ്ട് അറിയാണ്ട് തല ഒട്ടിച്ച് വെച്ചിക്കണേ. KSRTC ബോർഡൊക്കെ വെച്ചിക്കണേ. എത്ര പേഴ്സണൽ പൈസ അല്ല, സർക്കാരിന്റെ പൈസ. അതായത് കണ്ണാണാത്തവർക്ക് 2000 റുപ്യന്റെ പെൻഷൻ കിട്ടുന്നുണ്ട് 2 കൊല്ലമായി നിന്നിട്ട്. ചെവിയാക്കാത്തവർക്ക് സർക്കാർ പെൻഷൻ കിട്ടുന്നുണ്ട് 2 കൊല്ലമായി നിന്നിട്ട്. ഈ സ്കൂളിൽ ഉച്ചക്കഞ്ഞിന്റെ പൈസ കണ്ടിട്ട് ഞാൻ ഒരു സ്കൂളിലെ PTA പ്രസിഡന്റാ. 3 മാസത്തോളം അയക്കുന്ന പൈസ കൊടുത്തിട്ട് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഇത് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കേണ്ട. അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. UDF അധികാരത്തിൽ വരട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ 200 കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. ഇന്നൊക്കെ 200 അല്ല, 200x200 അങ്ങനെ എത്രയാണ്? 200x4 800 കുടുംബങ്ങള് രക്ഷപ്പെടട്ടെ. എന്തായാലും ഒരു നല്ലൊരു മുഖ്യമന്ത്രിനെ എല്ലാവരും കൂടി തെരഞ്ഞെടുക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു.